ഞാൻ എല്ലാവരെയും എപ്പോഴും വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഇന്ന് പറയണില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ബ്രദർ പറയണത് ഒരാളോട് വരാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടായിരിക്കും, എന്നാൽ പിന്നെ പോകാതിരിക്കേണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ബ്രദർ അവസാനമായിട്ട് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 9 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് വ്യാഖ്യാനിച്ചതിൽ നിന്ന് മനസ്സിലായത് എന്താണോ അത് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 3-ാമത്തെ അധ്യായം മുതലാണ്. നിക്കോദെമസിനെ യേശു പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം പ്രവേശിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവനോട് നിയമമൊക്കെ അറിയാം, നിനക്ക് പ്രമാണങ്ങളെല്ലാം അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രമാണങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, നീ ഒരു ഗുരുവല്ലേ, ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് നിയമങ്ങളെ അറിയായിരുന്നുള്ളൂ, നിയമങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളത് ഒന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും നിയമങ്ങളല്ല എന്നെ സ്വർഗരാജ്യത്തിന് പ്രാപ്തനാക്കുന്നത്. പിന്നെ അടുത്ത ഭാഗം സമരിയാക്കാരി സ്ത്രീ, യേശുവും 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സമരിയാക്കാരി സ്ത്രീയുടെ ഭാഗം പറയുന്നത്. അവൾക്ക് നിയമം ഒന്നും അറിയില്ല. പിന്നെ നിയമം അറിയാം, സമരിയാക്കാരി സ്ത്രീക്ക് നിയമത്തിൻ്റെ ഒരു മണ്ണാങ്കട്ട അറിയില്ല. അവൾക്കൊന്നും അറിയില്ല. അവൾക്കറിയാവുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വെള്ളം ചോദിക്കുന്നത്. അവിടെ ഒരു ഊളിയിട്ട് കയറുകയാണ്. യേശു അവളുടെ ജീവിതത്തിലേക്ക് ഊളിയിട്ട് കയറിക്കൊണ്ട് പ്രകാശം പരക്കുകയാണ്. പ്രകാശം എന്ന് പറയുന്നത് 8-ാമത്തിൽ വരുമ്പോഴാണ്, 8-ാമത്തെ അധ്യായത്തിലാണ് പ്രകാശം പറയുന്നത്. അടുത്ത 5-ാമത്തെ അധ്യായത്തിൽ ബെത്സയിദയിൽ രോഗശാന്തി. അപ്പോൾ ശരിക്കും കരുണ പ്രതീക്ഷിച്ച് കിടക്കുന്ന അവനോട് കരുണ കാണിക്കാൻ ആരും അവിടെ ഇല്ല. 38 വർഷമായി അവന് ഈ കരുണ കാത്ത് കിടക്കുകയാണ്. ഒരു മനുഷ്യനും അവനോട് കരുണ കാണിച്ചില്ല. ശരിക്കും അവർ അർഹിക്കുന്നതായിരുന്നു അവനൊരു കരുണയുടെ ഒരു നോട്ടം. അൽഫോൻസാമയൊക്കെ പറയുന്നു, ഞാൻ കരുണയോടെ നോക്കി പുഞ്ചിരിക്കും, തിരുവെട്ടമാണ് വെളിച്ചമാണെന്നൊക്കെ അൽഫോൻസാമയൊക്കെ പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഇതൊന്നും അവിടെ വെളിവാക്കപ്പെടുന്നില്ല, ഈശോ വന്നിരുന്നില്ല. അതുകൊണ്ട് ഇത് കൊടുക്കാൻ ആരും ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇവനെയും 38 വർഷക്കാലം അവനോടെ കിടക്കാൻ അങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അവിടെ യേശു കടന്നു ചെന്നുകൊണ്ട് അവന് ശാരീരികമായ സൗഖ്യം കൊടുത്തുകൊണ്ട് അവനെ ആ ഒരു തലത്തിലേക്ക് വന്നു. 6-ാമത്തെ അധ്യായം വരുമ്പോൾ വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു ജീവൻ്റെ അപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ വചനം കഠിനമാണ്, ഇതെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് അനേകർ അവനെ വിട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഒന്നും മനസ്സിലായില്ല, ഇത് വചനം കഠിനമാണ്. അപ്പോൾ ശരിക്കും ഇതെങ്ങനെ ഇവൻ്റെ ഭക്ഷണം എങ്ങനെ, ഇവൻ്റെ ശരീരം എങ്ങനെ ഭക്ഷണമായിട്ട് തരാൻ കഴിയും? അസാധ്യമായ കാര്യങ്ങളാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ ആ നിയമത്തിൻ്റെ പിടിയിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കുകയാണ്. അടുത്തതായിട്ട് 7-ാമത്തെ അധ്യായം വരുമ്പോൾ ജീവൻ്റെ വചസ്സുകൾ, യേശു ജീവൻ്റെ അരുവി പറയുകയാണ്. പറഞ്ഞു കഴിയുമ്പോൾ അവിടെ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ശരിക്കും ആത്മാവിൻ്റെ ദാഹം ഇതുണ്ടായിരുന്നു എല്ലാ മനുഷ്യരിലും. പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ യേശു ആ രക്ഷാകര രഹസ്യം രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുമ്പും ഈ ദാഹം ഉള്ളിലുണ്ടായിരുന്നു. ആ ദാഹം യേശു തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, വായിക്കുന്നെങ്കിൽ വാ, എൻ്റെ അടുക്കൽ വാ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അത് തന്നെ പറയുന്നു, ആഹാരത്തിനെ വരുവിൻ, എൻ്റെ അടുക്കൽ വന്ന് നിർധനൻ വന്ന് സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. അപ്പോൾ 8-ാമത്തെ അങ്ങനെ പറയുന്നു. 7-ാമത്തെ 8-ലേക്ക് വരുമ്പം പിടിക്കപ്പെട്ട വ്യഭിചാരിണി, അതിൻ്റെ യേശു സ്ത്രീയെ നിന്നെ വിധിച്ചില്ലേ, ആരും നിന്നെ വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തിന് മേലിൽ പാപം ചെയ്യരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ശരിക്കും ആ കൊണ്ടുവന്നവരെ എന്തൊക്കെയാണെന്ന് ഉള്ള ഭാവത്തിലാണ്, വലിയ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ യേശു പുതിയൊരു ബ്രദർ പറഞ്ഞു അങ്ങനെ ആയിരിക്കാമെന്ന് പറയുന്നു, ഉറപ്പ് പറയില്ല. പക്ഷേ എങ്കിലും ബ്രദർ പറഞ്ഞതിനടുത്തിൽ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും, ഞാനിങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാണോ എന്നൊക്കെ എനിക്ക് അങ്ങനെ, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആദ്യം അടിച്ചിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ശരിക്കും എന്നോട് തന്നെ ഇത് പറയുന്നത്, ഇത് ഞാൻ തന്നെ ആദ്യം സ്വീകരിക്കണം. അപ്പോൾ ശരിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവിടെ ഒരു പ്രകാശത്തിൻ്റെ പാത അവൾക്ക് തുറക്കുകയാണ്. ആ പാത അവൾ സ്വീകരിച്ചുകൊണ്ട് അവൾ പിന്നെ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കി. അവളാണ് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ആത്മാവ് ഞാൻ തീരുമാനിച്ചു. എൻ്റെ പിന്നിൽ ലോകമാണ്, ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വചനം ഓർമ്മ വന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാം അധ്യായം 12-ന്റെയും 13-ഉം തിരുലിഖിതങ്ങൾ. അതായത് രാത്രി കഴിയാറായിരിക്കുന്നു, പകൽ സമീപിച്ചിരിക്കുന്നു, അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് നമുക്ക് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം, പകലിന് യോജിച്ച വിധം പെരുമാറാം. ശരിക്കും പ്രകാശത്തിൻ്റെ ഈ വചനം അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തി, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം അഗസ്തീനോസൊക്കെ മാനസാന്തരപ്പെട്ടുകൊണ്ട് പുതിയ സൃഷ്ടിയാവുകയാണ്.
പുതിയ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിലാകുന്ന അനുഭവം. അപ്പോൾ ശരിക്കും ഈ ധ്യാനത്തിൽ ഞാൻ എന്നോട് പറയുന്ന ഇതാണ്, ഈ കേട്ടതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ജ്ഞാനത്തിൻ്റെ എപ്പോഴും എനിക്കൊന്നും അറിയില്ല ഈശോ, ഞാനിതാ പറയണേ, എൻ്റെ ഈശോ എനിക്കൊന്നും ഒരു മണ്ണാകട്ടെ അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ ഭാവിച്ചിരുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ല ഈശോയെ, ഈശോ എനിക്കൊന്നും അറിയില്ല. ഇതാ ഞാൻ അവിടെ നിന്ന് പറയുന്നതൊക്കെ പ്രാർത്ഥന സമയത്തൊക്കെ അത് എനിക്ക് വെളിപ്പെടുത്തി തരണേ ഈശോയെ, ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പാവം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, തന്നതൊക്കെ നീ തന്നതൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ തന്ന, അതുകൊണ്ട് ഇത് എൻ്റെ സ്വന്തമല്ല. അപ്പോൾ അങ്ങനെ വീണ്ടും 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ധനെ സുഖപ്പെടുത്തുന്നു. ആത്മീയ അന്ധത എൻ്റെ അവസാനം തികച്ചും പാവത്തിൽ പറഞ്ഞ നീ ഞങ്ങളെ പഠിപ്പിക്കുവാണോ എന്നും പറഞ്ഞുകൊണ്ട് യേശു അവനെ പുറത്താക്കുകയാണ്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, അവനെ പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ യേശു നീ എന്നെ പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ നീ മനുഷ്യപുത്രനെ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവൻ പറയുകയാണ്, വിശ്വസിക്കാൻ അവൻ ആരാണ്? അപ്പോൾ അന്ധൻ പറയുകയാണ്, എനിക്കറിയില്ല. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിൻ്റെ പുറകെ പോകുന്ന ഒരു കാഴ്ചപ്പാട്. ആത്മീയ അന്ധത മാറി യേശുവിനെ പൂർണ്ണമായിട്ടും വേറെ ഒന്നും നോക്കണ്ടെന്നേ ആ ഒരു ഞാൻ എന്നോടത് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, എങ്കിലും ഇതെന്നെ ചില സമയത്ത് അസ്വസ്ഥപ്പെടുത്താറുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.